മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നതിനിടെ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ നീക്കം. പുതിയ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകാൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി. 50 പേരുള്ള 30 ബാച്ചിന് പരിശീലനം നൽകാനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ ഈ പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഈ NHM നാഷണൽ ഹെൽത്ത് മിഷൻ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം തള്ളിപ്പറയുകയും അതിന്റെ സ്റ്റേറ്റ് ഡയറക്ടർ ഇവരോട് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ഉത്തരവിറക്കുകയും ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അത് ലംഘിച്ചിരിക്കുകയാണ് സമരം നടത്തുന്ന ആശമാർ. ആ സാഹചര്യത്തിൽ അതിനെ നേരിടാനാണോ ഈ പുതിയ നീക്കം സർക്കാരിന്റെ? തീർച്ചയായും വിജയകുമാർ, സമരത്തെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഈ ഉത്തരവിന്റെ ലക്ഷ്യം. പ്രധാനമായി നേരത്തെ തന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ, അതായത് കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് അടക്കമുള്ളവ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മറികടക്കാൻ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം NHM നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ ഇപ്പോൾ NHM തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി 11,70,000 രൂപ ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായിരിക്കുന്നു. ഇത് പ്രകാരം ഏകദേശം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ട്രെയിനിങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 250 പേർക്ക് വീതം ട്രെയിനിങ് നൽകും. കൂടാതെ കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 200 പേർക്ക് വീതവും ട്രെയിനിങ് നൽകും. മറ്റ് ജില്ലകളിൽ സമാനമായ രീതിയിൽ ഏകദേശം 30 ബാച്ചുകളിലായി ട്രെയിനിങ് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ആണ് ഈ ട്രെയിനിങ് പരിശീലനത്തിന് വേണ്ടിയാണ് 11,70,000 രൂപ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഈ ട്രെയിനിങ് അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. സ്വാഭാവികമായി ആശാ വർക്കേഴ്സിന് പകരമായി നിയമനം എന്നുള്ളതിന് പകരം ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്ന രീതിയിലാണ് പുതിയ നിയമനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് നിയമനം എന്നുള്ളതല്ല, നിയമനത്തിന് വേണ്ടി വോളണ്ടിയേഴ്സ്, അതായത് സാധാരണ രീതിയിൽ നിയമിക്ക് അവർക്ക് തുടർ ശമ്പളം നൽകുക എന്നതിന് പകരമായി ഓരോ മാസവും അവർ ചെയ്യുന്ന ജോലിക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ ഇവർക്ക് പകരം സാമ്പത്തിക സഹായം നൽകാനാണ് ഇപ്പോൾ. ശരി ഉമേഷ്, 50 പേരുള്ള 30 ബാച്ചിന് പരിശീലനം നൽകുമെന്ന് വെച്ചാൽ 1500 പേരെ പുതുതായി നിയമിക്കാനാണ് ആ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.